ഹായ് കൂട്ടുകാരെ, വേദപുസ്തകത്തിലെ പഴയ നിയമ പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ 66 പുസ്തകങ്ങളിൽ പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? പഴയ നിയമത്തെ അവസാനത്തെ ഗ്രന്ഥം മലാക്കി പ്രവചനമാണ്. മലാക്കി പ്രവചനം എഴുതുന്നത് BC 425 ആ 425 വേദപുസ്തകത്തിലെ മലാക്കി പ്രവചനം എഴുതിയതിനു ശേഷം പിന്നീട് 400 വർഷങ്ങൾ വേദപുസ്തകത്തിൽ എഴുതത്തക്കവണ്ണമുള്ള ദൈവിക അരുളപ്പാടുകളോ ദൈവിക വചനങ്ങളോ ദൈവത്തിന് സംസാരിക്കാൻ ഈ ഭൂമിയിൽ പ്രവാചകന്മാരില്ലായിരുന്നു. അതുകൊണ്ട് ദൈവിക അരുളപ്പാടുകളില്ലാതിരുന്ന ആ കാലഘട്ടത്തെ ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഡാർക്ക് ഏജസ് എന്നാണ്, ഇരുണ്ട കാലഘട്ടം, അല്ലെങ്കിൽ സൈലന്റ് ഏജസ് എന്നാണ്. അതുകൊണ്ട് ഈ 400 വർഷം ദൈവം വെറുതെ ഇരുന്നു എന്നുള്ളതല്ല. ദൈവം ഈ 400 വർഷം ലോകത്തിൽ വരാൻ പോകുന്ന വലിയ ചില കാര്യങ്ങൾക്കായി ലോകത്തെ ഒരുക്കിയെടുക്കുകയായിരുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് ലോകത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിലുള്ള ആ കാലഘട്ടത്തെ പൊതുവെ അറിയപ്പെടുന്നത് ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് എന്നാണ്. പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഇടക്കാലത്ത് നടന്ന സംഭവങ്ങൾ എന്താണ് നമുക്കൊന്ന് പഠിക്കണ്ടേ. എന്താണ് ഈ സമയത്തിന്റെ പ്രത്യേകതകൾ? ഒന്ന്, പുതിയ പ്രവാചകന്മാരില്ല, ദൈവം പുതുതായി ആരോട് സംസാരിച്ചില്ല, പുതിയ വചനങ്ങളില്ല. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് പുതുതായി ഒന്നും എഴുതപ്പെട്ടിട്ടില്ല. പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചില്ലെങ്കിലും തിരശ്ശീലയ്ക്ക് പിന്നിൽ ദൈവം ചരിത്രം എഴുതുകയായിരുന്നു. യേശുവിന്റെ വരവിനായി ലോകത്തെ സെറ്റ് ചെയ്യാൻ ദൈവത്തിന് 4 പ്രധാനപ്പെട്ട മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടായിരുന്നു. അവയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരൊറ്റ ഭാഷ കൊണ്ടുവരണം. അതിന്റെ കാരണം എല്ലായിടത്തും ദൈവവചനം എത്തണ്ടേ. അതുകൊണ്ട് ദൈവം അതിനായി ഒരുക്കിയെടുത്ത ഒരു സംവിധാനമായിരുന്നു ഒരേ ഭാഷ ലോകമെന്നും എത്തിക്കുക. അതിന് ദൈവം ആ കാലയളവിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യം ഒരു കോമൺ ലാംഗ്വേജ്, ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് സെറ്റ് ചെയ്തു. അതിന് ആധാരമായ ചരിത്രം ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ അലക്സാണ്ടർ ചക്രവർത്തി യെരുശലേമും പലസ്തീനും കീഴ്പ്പെടുത്തി. അവിടുത്തെ ഭരണം ഇവിടെ ഏറ്റെടുത്തു. അങ്ങനെ ആ ഭാഷ നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കാൻ നിർബന്ധിച്ചു. എല്ലാവരെയും അതിനായി ഒരുക്കി. അതുകൊണ്ട് എല്ലാവരും തന്നെ ആ ഭാഷ പഠിക്കേണ്ടി വന്നു. എല്ലാവരും ഗ്രീക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിച്ചു. അതോടെ കച്ചവടത്തിനും ഭരണകാര്യങ്ങൾക്കും ആശയങ്ങൾ കൈമാറുമൊക്കെയുള്ള ഗ്രീക്ക് ഒരു പ്രധാന ഭാഷയായിട്ട് മാറി. എന്തിനായിരുന്നു ദൈവം ഇത് ചെയ്തതെന്നറിയാമോ? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളതായിരുന്നില്ല. പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടതുകൊണ്ട് പല രാജ്യങ്ങളിലുള്ളവർക്ക് അത് എളുപ്പത്തിൽ വായിക്കാൻ പറ്റി. കാരണം ലോകത്തിലപ്പോഴത്തേക്ക് യൂണിവേഴ്സൽ ലാംഗ്വേജ് അത് മാറിക്കഴിഞ്ഞിരുന്നു. ഭാഷ ഒരു തടസ്സമാകാതെ സുവിശേഷം ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്ക് മിന്നൽ വേഗത്തിൽ വളരാൻ അത് സഹായിച്ചു. അതായത് യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ അവിടത്തെക്കുറിച്ചുള്ള വർത്തമാനം എല്ലാവരിലും എത്തിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ദൈവം പ്ലാൻ ചെയ്തു കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ പ്ലാൻ, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴാണ് അത് കൂടുതൽ ശക്തമാകുന്നത്. ആ 400 വർഷത്തിനിടയിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, യഹൂദന്മാർക്കുണ്ടായ പ്രതികൂലങ്ങളായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലശേഷം ഗ്രീക്ക് സാമ്രാജ്യം 4 വിഭജിക്കപ്പെട്ടു. ആ യെരുശലേം അടങ്ങിയിരുന്ന ആ ഭാഗം, ഇസ്രായേലിന്റെ 10 സ്ഥലങ്ങൾ, ഈജിപ്റ്റ് കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ടോളമി രാജാക്കന്മാരും സിറിയ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന സെലൂക്കസ് രാജാക്കന്മാരും ഏറ്റു നടത്തി. സെലൂക്കസ് രാജാക്കന്മാരും ടോളമി രാജാക്കന്മാരും തമ്മിൽ യുദ്ധങ്ങൾ നടന്നു. അവസാനം സെലൂക്കസ് രാജവംശം ടോളമി രാജാക്കന്മാരെ പരാജയപ്പെടുത്തി യെരുശലേമിന്റെ ഭരണം ഏറ്റെടുത്തു. ഇതിനിടയിൽ സിറിയൻ രാജാവായിരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസ്, അന്ത്യോക്യസ് 4 വളരെ ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു. യഹൂദന്മാരുടെ വിശ്വാസം തന്നെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ എല്ലാ പരിശ്രമങ്ങളും നടത്തിയ വളരെ ക്രൂരനായ ഒരു മനുഷ്യൻ. അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തതെന്നറിയാമോ? യെരുശലേം ദൈവാലയത്തെ അശുദ്ധമാക്കി. യെരുശലേം ദൈവാലയത്തിന്റെ ബലിപീഠത്തിൽ പന്നിയെ യാഗം കഴിച്ചു. ദൈവാലയത്തെ അദ്ദേഹം അപമാനിച്ചു. 2, ദൈവിക തിരുവെഴുത്തുകൾ, ന്യായപ്രമാണത്തിന്റെ ചുരുളുകൾ പരസ്യമായി ചുട്ടരിച്ചു. 3, ആരാധന നിരോധിച്ചു. യഹൂദ രീതിയിലുള്ള ആരാധനകൾ വിലക്കി. ഗ്രീക്ക് വിഗ്രഹങ്ങളെ വണങ്ങാൻ ജനങ്ങളെ നിർബന്ധിച്ചു. ഇത്രയധികം കഷ്ടപ്പാടുകൾ വന്നപ്പോഴും സത്യവിശ്വാസത്തിനായി നിലകൊള്ളാൻ ഒരു ചെറിയ കൂട്ടം ആളുകൾ തയ്യാറായി. ഇത് വരാനിരിക്കുന്ന വലിയ മാറ്റത്തിനായി ജനങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തി. നിങ്ങളെ നിങ്ങളുടെ ചോദിക്കട്ടെ, ആരെങ്കിലും നിങ്ങളെ ദൈവത്തെ ആരാധിക്കുന്നു തടഞ്ഞാൽ, അല്ലെങ്കിൽ ബൈബിൾ വായിക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യും?
ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവം അത് ചെയ്യും. നിങ്ങൾ അതിനായി ഒരുക്കപ്പെടുക മാത്രം ചെയ്താൽ മതി. ഈ അടുത്തത് തീച്ചുളയിലെ വിശ്വാസമാണ്. അത് മക്കാബായ വിപ്ലവം, മക്കാബിയൽ റിവോൾട്ട് എന്നറിയപ്പെടുന്ന ഒരു കാര്യമാണ്. മതം മാറാൻ നിർബന്ധിച്ച അന്ത്യോക്യസ് എപ്പിഫാനോസിനോട് ഇല്ല, ഞങ്ങൾ മാറില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു യഹൂദ പുരോഹിതനായിരുന്നു മക്കാബിയസ്. അദ്ദേഹം മക്കായ വിപ്ലവത്തിന് തുടക്കമിട്ടു. പ്രതികൂലങ്ങളുണ്ടായി. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തിന് മോദീൻ എന്നാണ് പേര്. ഇദ്ദേഹത്തിന് എതിർത്തു. ചില പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മക്കൾ 5 പേരും കുറെ യഹൂദന്മാരുമായിട്ട് അവിടെ നിന്ന് ഓടി അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ച് തന്റെ മകൻ യൂദാസ് മക്കാബിയസ് വന്നു. ഈ വിപ്ലവം ഏറ്റെടുത്തു മാത്രമല്ല, കുറച്ച് ആളുകളെ വെച്ചുകൊണ്ട് ശക്തമായി പോരാടി യെരൂശലേമിന്റെ ഭരണം, നിയന്ത്രണം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കുറച്ച് സൗകര്യങ്ങൾ വെച്ച് പിടിച്ചെടുത്തു. ശത്രുക്കൾ അശുദ്ധമാക്കിയ ദേവാലയം ശുദ്ധീകരിച്ചു. വീണ്ടും അവിടെ സത്യദൈവത്തിനുള്ള ആരാധന പുനഃസ്ഥാപിച്ചു. കുഞ്ഞുങ്ങളെ, ചിന്തിക്കാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ പോരാട്ടം നടന്നില്ലായിരുന്നെങ്കിൽ യേശു ജനിക്കുന്ന കാലമാകുമ്പോഴേക്ക് യഹൂദ വിശ്വാസമോ അങ്ങനെ ദൈവാലയമോ ആരാധനാ സമ്പ്രദായമോ ഒന്നും കാണില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം തന്റെ ജനത്തിന് പോരാടാനുള്ള ധൈര്യം നൽകി. യൂദാസ് മക്കാബിയസിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ യോനാഥൻ മക്കാബിയസ് ഭരണമേറ്റെടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ സൈമൺ മക്കാബിയസ് ഭരണത്തിൽ വന്നു. സൈമൺ മക്കാബിയസിന്റെ കാലത്താണ് ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാണയം അച്ചടിച്ചിറക്കിയത്. സൈമൺ മക്കാബിയസിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ഫിർക്കാനൻ ഒരു പുതിയ രാജവംശം സ്ഥാപിച്ചു. ആ രാജവംശത്തിന്റെ പേര് ആസ്മോനിയൻ രാജവംശം എന്നാണ്. അത് ദീർഘവർഷം തുടർന്നു. അവിടുത്തെ അവസാനത്തെ ചക്രവർത്തിയായിരുന്ന അരിസ്റ്റോബുലസ് എന്ന് പറഞ്ഞ ആളിനെ അസ്മോനിയൻ ചക്രവർത്തിമാരിൽ അവസാനത്തെ രാജാവായിരുന്ന അരിസ്റ്റോബുലസിനെ തോൽപ്പിച്ച് റോമൻ ഭരണാധികാരിയായിരുന്ന പോംബി യെരൂശലേമിനെ കീഴ്പ്പെടുത്തി. റോമ ഭരണാധികാരികൾ യെരൂശലേമിന്റെ അധികാരികളായി തീർന്നു. റോമ ഭരണാധികാരികൾ വന്ന് മറ്റൊരു കാര്യം കൂടെ ചെയ്തു. അവർ ചെയ്തത് ലോകത്തിലുള്ള സകല യാത്രാ സംവിധാനങ്ങളും, കടൽ മാർഗമുള്ള സകല യാത്രാ സംവിധാനങ്ങളും വളരെ പുരോഗമനപരമായ ആശയങ്ങൾ കൊണ്ടുവന്നു. അതും പിന്നീട് സുവിശേഷത്തിന് കാരണമാക്കി തീർക്കാൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ജനിച്ച് അവതരിച്ചു വരുമ്പോൾ ലോകം മുഴുവനും സഞ്ചരിക്കാനുള്ള, സുവിശേഷം എത്തിക്കാനുള്ള പാതകളും റെഡിയാക്കി ദൈവം അങ്ങനെ ഈ കാര്യങ്ങൾ ക്രമീകരിച്ചു. ദൈവം പ്രവാചകന്മാരോട് സംസാരിച്ചില്ലെങ്കിലും ആ 400 വർഷത്തിനിടയിൽ ധാരാളം സാഹിത്യങ്ങൾ ഉണ്ടായി. അതിനകത്തെ ഒരു ഭാഗമായിരുന്നു, ഒന്നാമത്തെ സാഹിത്യ വിഭാഗമായിരുന്നു എൽഎക്സസ് അല്ലെങ്കിൽ സെപ്റ്റുവജന്റ്. അത് പഴയ നിന്ന് വേദപുസ്തകത്തിന് ഹീബ്രു ഭാഷയിൽ നിന്നുള്ള, എബ്രായ ഭാഷയിൽ നിന്നുള്ള ഗ്രീക്ക് തർജ്ജമയായിരുന്നു. രണ്ടാമത്തെ വിഭാഗം അപ്പോക്രിഫ എന്ന് പറയുന്ന കുറെ ഗ്രന്ഥങ്ങളായിരുന്നു. അപ്പോക്രിഫ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നതാണ്. ചരിത്രപരമായി ധാരാളം അറിവുകൾ നൽകുന്ന പുസ്തകങ്ങളാണിവ. എന്നാൽ ഇവയെ ഔദ്യോഗികമായി എബ്രായ ബൈബിളിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ദൈവത്തിന്റെയോ ഭാഗമായോ യഹൂദന്മാരുടെ സഭയോ അംഗീകരിച്ചിട്ടില്ല. ചരിത്രം പഠിക്കാനും നല്ലതാണ്, പക്ഷേ നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിട്ടുള്ളത് മുഴുവനും ഔദ്യോഗികമായ തിരുവെഴുത്തുകളാണ്. ആ കാലഘട്ടത്തിലെ കുറെ ചരിത്രം നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായി അവയെ കാണാൻ കഴിയില്ല. അപ്പോക്രിഫ പുസ്തകങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് 4 വിഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് ചരിത്രപരമായ പുസ്തകങ്ങളാണ്. യഹൂദന്മാർ തന്നെ വിശ്വാസ പരീക്ഷിക്കാൻ നടത്തിയ 2 യുദ്ധത്തിന്റെ ചരിത്രമാണ്. 1, 2 മക്കാബിയർ. അടുത്ത പുസ്തകം ഫസ്റ്റ് എസ്ര, 1 എസ്ര. 2 പാരമ്പര്യ ചരിത്രമാണ്. അത് എസ്തേറിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടത്. 2 സൂസന്റെ ചരിത്രം. 3 വിശുദ്ധ ബാലന്മാരുടെ പാട്ട്. അടുത്ത് ബേലും മഹാസർപ്പവും. അടുത്ത് തോബിത്ത്, ജൂഡിത്ത്. അങ്ങനെയാണ് ട്രഡീഷണൽ സ്റ്റോറീസ്, ചരിത്രപരം. 3 പ്രാവചനിക പുസ്തകങ്ങളുണ്ട് ആ കൂട്ടത്തിൽ. അത് ബറൂഖ്, മനുഷ്യയുടെ പ്രാർത്ഥന, സെക്കൻഡ് എസ്രാസ്. 4ാമത്തത് ജ്ഞാനത്തിന്റെ പുസ്തകങ്ങളാണ്. അത് സോളമന്റെ ജ്ഞാനം, ഷീറാക്കിന്റെ ജ്ഞാനം എന്നുള്ളവയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, അപ്പോൾ എന്തുകൊണ്ട് ഇത് ബൈബിളിന്റെ ഭാഗമായില്ല? അതിന് 4 കാരണങ്ങളാണ്. 1, ഭാഷയിലെ വ്യത്യാസം. പഴയ നിയമ പ്രവാചകന്മാർ ഈ പുസ്തകം എഴുതി എബ്രായ ഭാഷയിലായിരുന്നെങ്കിൽ അപ്പോക്രിഫ പുസ്തകങ്ങൾ എഴുതുന്നത് അക്കാലത്തെ പുതിയ ഭാഷകളിലായിരുന്നു. 2, പണ്ഡിതന്മാരുടെ വിയോജിപ്പ്. അവരെ ഈ പുസ്തകത്തിൽ ഇത് ചേർക്കാൻ ആഗ്രഹിച്ചില്ല, താല്പര്യപ്പെട്ടില്ല.
പുസ്തകങ്ങളെ വിശുദ്ധ ഗ്രന്ഥമായി അവർ അംഗീകരിച്ചിരുന്നില്ല. മറ്റൊന്ന്, യേശുവോ ശിഷ്യന്മാരോ അപ്പോക്രിഫയിലെ ഒരു വചനങ്ങളും ദൈവകൽപ്പന എന്ന രീതിയിൽ ഉദ്ധരിക്കുകയോ എടുത്തു പറയുകയോ ചെയ്തിട്ടില്ല. 4, ദൈവിക അവകാശവാദം അതിനുണ്ടായിരുന്നില്ല. മറ്റ് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ കാണുന്ന പോലെ ദൈവം എന്നോട് അരുളി ചെയ്തുവെന്നോ ഇത് ദൈവവചനമാണെന്നോ ഉറപ്പായ അവകാശവാദങ്ങൾ ഈ പുസ്തകത്തിൽ കാണുന്നില്ല. നമുക്ക് പഠിക്കാനുള്ള പാഠം, നമ്മുടെ കൈകളിലുള്ള ഈ ബൈബിൾ ഉണ്ടല്ലോ, എന്തൊക്കെ വരണമെന്ന് ദൈവം കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്തതൊന്നും അതിൽ കയറാതെയും പ്രധാനപ്പെട്ടതൊന്നും വിട്ടുപോകാതെയും ദൈവം തന്റെ വചനത്തെ അത്രയധികം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കെയർ ചെയ്ത് അതിനെ സംരക്ഷിച്ചു എന്നുള്ളതാണ്. 4, ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ. മൗനം വെടിഞ്ഞ് ദൈവം സംസാരിക്കുന്നു. കൃത്യസമയത്ത് ദൈവത്തിന്റെ മൗനം അവസാനിപ്പിച്ചു. 4-3 വർഷത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം അത് കഴിഞ്ഞ് യോഹന്നാൻ സ്നാപകൻ വന്ന് പ്രസംഗിച്ചു തുടങ്ങിയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? പുതിയ പ്രവാചകൻ 400 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദൈവം വീണ്ടും ഒരു പ്രവാചകനിലൂടെ അയച്ചു. ആ പ്രവാചകനിലൂടെ സംസാരിക്കുന്നു. അതാണ് യോഹന്നാൻ സ്നാപകൻ. അപ്പോൾ സിഗ്നൽ കിട്ടി. യോഹന്നാന്റെ വരവ് സിഗ്നലായിരുന്നു. കാത്തിരിപ്പ് അവസാനിച്ചു എന്നതിന്റെ അടയാളം. 4ാമത്തെ രോഗം റെഡിയായെന്നുള്ളതായിരുന്നു. നമുക്ക് ഓർത്തെടുത്താൽ സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ എത്തിക്കാൻ പറ്റി. 2 വർഷങ്ങളായി അടിച്ചമർത്തലുകൾക്ക് സത്യരക്ഷകനായി ജനങ്ങൾ കൊതിയോടെ കാത്തിരുന്നു. അടുത്ത വേദപുസ്തകം സംരക്ഷിക്കപ്പെട്ടു. അതിനായി ദൈവം പുതിയ നിയമം, പഴയ നിയമ പുസ്തകങ്ങൾ ജനങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചു. ചരിത്രത്തിലെ ഏറ്റവും അനുയോജ്യമായ സമയത്ത് ദൈവം തന്റെ പ്ലാൻ നടപ്പിലാക്കി. രക്ഷകനായ യേശുവിനെ സ്വീകരിക്കാൻ ലോകം റെഡിയായ ആ നിമിഷത്തിൽ തന്നെ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. നമ്മുടെ ജീവിതത്തിലും ദൈവം ചിലപ്പോൾ മിണ്ടാതിരിക്കുകയാണെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. വിഷമിക്കേണ്ട. ചില കാര്യങ്ങൾ ദൈവം നമുക്കായി പ്ലാൻ ചെയ്യുകയാണ്. ശരിയായ സമയത്ത് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിലും ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ല എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ദൈവത്തിന്റെ സമയത്തെല്ലാം നമ്മൾ പഠിച്ചതുപോലെ ഭംഗിയായിട്ട് ചെയ്യും. ദൈവം തിരശ്ശീലയ്ക്ക് പിന്നിൽ നിങ്ങൾക്കായി വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ടൈമിംഗ് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം മനോഹരമായി മാറും. ഈ പാഠം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ മനപാഠവാക്യം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. എല്ലാവരും അത് മറക്കാതെ പഠിക്കുമല്ലോ. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ദൈവത്തിന്റെ വലിയ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.